ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു കടലക്കറിയാണ്. ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച കടലയാണ്. 1.5 കപ്പ് കടലയുണ്ട്. അതിനകത്തിലേക്ക് നമുക്ക് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിൻ്റെ കൂടെലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 6 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അത് അവരവരുടെ കുക്കറിൻ്റെ അനുസരിച്ച് ആയിരിക്കും. ചിലവർക്ക് 4 മതി, അതനുസരിച്ച് ചെയ്യുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കൊരു പാത്രത്തിൽ കുറച്ച് പെരുംജീരകം, കറുവപ്പട്ട, ഏലയ്ക്ക, 2-3 കുരുമുളക് എല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ 2 ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ പൊടിയിടുന്നത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് 1 മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മസാലക്കൂട്ടും കൂടെ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു 2 സ്പൂൺ എടുത്ത് നമ്മൾ അരയ്ക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ അരയ്ക്കുന്നതിനകത്ത് ഇതിലൊരു കൊഴുപ്പ് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കടലയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ അരപ്പെല്ലാം ഒഴിച്ച് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട്, കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് മുളകും ഉള്ളിയൊക്കെ ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തുന്നത് ചുവന്ന് വരുന്നിടത്തിന് മുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് തിളയ്ക്കണ്ട, തേങ്ങ അരച്ചായതുകൊണ്ട് മതി. നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി ഓഫ് ചെയ്യാം. നമ്മൾ കൊച്ചുള്ളി എല്ലാം നല്ലതുപോലെ ചുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ കറിക്കകത്തോട്ട് ഒഴിച്ചു. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. നമ്മുടെ കറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല കുറുകി നല്ല ടേസ്റ്റാണ്, നല്ല മണവും വരുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.